സംഭവം പറയുന്നുണ്ട്. ലോക പ്രശസ്തനായ ഒരു കാലഘട്ടത്തിന്റെ മുജദ്ദിദ് പോലെ എന്ന് മഹത്തുക്കളൊക്കെ പറഞ്ഞ മഹാനായ നൂറുദ്ദീൻ മഹ്മൂദ് സങ്കി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ ബൈത്തുൽ മുഖദ്ദസിന്റെ മോചനത്തിന് വേണ്ടി ഒരുപാട് ത്യാഗം ചെയ്ത മഹാൻ സ്വലാഹുദ്ദീൻ അയ്യൂബി തങ്ങളുടെ മുൻഗാമി നൂറുദ്ദീൻ മഹ്മൂദ് സങ്കി അവർകൾ തഹജ്ജുദ് നിസ്കാരം ഉണ്ടായിരുന്നവരെ, നല്ല ഈമാൻ ഉണ്ടായിരുന്ന, തഖ്വയുണ്ടായിരുന്ന ആള്. പക്ഷേ അന്നൊരിക്കെ രാജാവാണ്, ഭരണാധികാരിയാണ്, ഖലീഫയാണ്. അപ്പോ ഷാമിൽ അദ്ദേഹത്തിന്റെ ഒരു അധികാരത്തിന്റെ ഒരു പ്രൊസഷൻ നടക്കുകയാണ്, അധികാര വിളംബരത്തിന്റെ ഒരു ജാഥ. ആ ജാഥയിൽ രഥമുണ്ട്, കുതിരകളുണ്ട്, ഒട്ടകങ്ങളുണ്ട്, പലതരത്തിലുള്ള വാദ്യമേളങ്ങളുണ്ട്. രാജ്യത്തിന്റെ ഒരു രാജാവിന്റെ കരുത്ത് കാണിക്കുന്ന ഒരു പ്രൊസഷൻ നടക്കുമ്പോ നൂറുദ്ദീൻ മഹ്മൂദ് സങ്കി അല്ലാഹുവിനെ ഭയപ്പെടുന്ന ആളാണ്. പക്ഷെ ഒരു നേരം, ചില നേരങ്ങളിൽ അശ്രദ്ധ വരുമല്ലോ, ആ ഒരു ജാഥയിൽ അദ്ദേഹം നേതാവായി പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് മഹാനായ അല്ലാമ ഇബ്നുൽ വാസിതി റഹ്മത്തുള്ളാഹി അലൈഹി ആ വഴിക്ക് വന്നത്. പോകുന്ന ജാഥയിൽ മഹാനായ നൂറുദ്ദീൻ സങ്കിയെ കൈപിടിച്ചുകൊണ്ട് പറഞ്ഞു, നൂറുദ്ദീൻ, അവിടെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. 3 വരി പാട്ടാ പാടി കൊടുത്തത്. അത് കേട്ടതിന് ശേഷം ആ രഥത്തിൽ നിന്ന് തലകറങ്ങി താഴെ വീണിട്ടുണ്ട് മഹാനായ നൂറുദ്ദീൻ മഹ്മൂദ് സങ്കി തങ്ങൾ. സംഭവം അല്ലാമ ഇബ്നു കതീർ തങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട് ബിദായ വന്നിഹായയിൽ. ഇതാണ് പറഞ്ഞത്, മസ്സിൽ ലിനഫ്സിക അയ്യുഹൽ മഗ്റൂറു യൗമൽ ഖിയാമത്തി വസ്സമാഉ തമൂറു ഇൻ ഖീല നൂറുദ്ദീൻ ജാഅ മുസല്ലിമൻ فاحذر بأن تأتي وما لك نور حرمت كاسات المدام تعففا وعليك كاسات الحرام تدور. നൂറുദ്ദീൻ എന്ന് പറഞ്ഞാൽ ദീനിന്റെ വെളിച്ചം എന്നല്ലേ, ദീനിന്റെ വെളിച്ചം. രാജാക്കന്മാരാണെങ്കിലും അള്ളാഹുവിനെ ഭയപ്പാടുണ്ട്. ഈ ഭയമുള്ളവർക്ക് പെട്ടെന്ന് അവരെ തിരുത്താൻ കഴിയും. നമുക്ക് തെറ്റ് ചെയ്യാണ്ട് ജീവിക്കാൻ പറഞ്ഞാൽ കഴിയില്ല. നമ്മളെ മലക്കുകളല്ല, തെറ്റ് ചെയ്യും. ലൗലം തുദ്നിബു, നിങ്ങൾ തെറ്റ് ചെയ്യുന്നില്ലെങ്കിൽ തെറ്റ് ചെയ്യുന്നവരങ്ങൾക്ക് പകരം അല്ലാഹ് കൊണ്ടുവരും. അവരല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചോദിക്കും, എന്നിട്ട് അല്ലാഹ് പുറത്തു കൊടുക്കും എന്നൊക്കെ ഹദീസിൽ വന്നിട്ടുണ്ട്. തെറ്റ് ചെയ്യാനുള്ള പ്രേരണയല്ലാതെ നമ്മളിൽ സ്വാഭാവികമായും തെറ്റ് സംഭവിക്കുമെന്നാണ്. പക്ഷെ ആ തെറ്റുകളെ വളരെ പെട്ടെന്ന് തിരുത്താൻ കഴിയുന്നത് അള്ളാഹുവിന്റെ ഭയപ്പാടുള്ളവർക്കാണ്. പടച്ചതമ്പുരാനെ ഭയപ്പെടേണ്ടവരാണ്. അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്നകളിൽ റബ്ബിന്റെ ഇസ്മുകളുടെ ചില അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കിയാൽ നമുക്കത് ശരിക്കും ബോധ്യപ്പെടും. മഹാനായ അല്ലാമ ഇബ്നുൽ വാസിതി, മസ്സിൽ ലിനഫ്സിക അയ്യുഹൽ മഗ്റൂറു യൗമൽ ഖിയാമത്തി വസ്സമാഉ തമൂറു. നൂറുദ്ദീനെ, ഈ ആയിരക്കണക്കിന് പരിവാരങ്ങളുടെ കൂടെ രഥമേളമായി ആയിരക്കണക്കിന് പട്ടാളക്കാരുടെ കാലാൾ പടയും അവരുടെ പെർഫോമൻസും കണ്ട് അഹങ്കാരിയായി നടക്കുന്നവനെ, മഗ്റൂറായവനെ, നൂറുദ്ദീൻ സങ്കിയെ, യൗമൽ ഖിയാമത്തി വസ്സമാഉ തമൂറു, ആകാശഗോളങ്ങൾ പോലും പേടിച്ചു വിറക്കുന്ന ഒരു നേരത്തെ നാളെ പരലോകത്ത് നിങ്ങൾ എങ്ങനെയാണ് വരികയെന്ന് ഓർത്തു നോക്കിയിട്ടുണ്ടോ? നല്ല മനുഷ്യനാണ്, പക്ഷെ കുറച്ച് ആ ഒരു പരിപാടിക്ക് ഇരുന്നതാ. അല്ലാമ ഇബ്നുൽ വാസിതി മുഖം നോക്കാതെ കാര്യം പറഞ്ഞു. ഇൻ ഖീല നൂറുദ്ദീൻ ജാഅ മുസല്ലിമൻ فاحذر بأن تأتي وما لك نور. നൂറുദ്ദീൻ സങ്കി, നിങ്ങൾ ദീനിന്റെ പ്രകാശമാണെന്നാണ് പേരിന്റെ അർത്ഥം. നൂറുദ്ദീൻ, ദീനിന്റെ പ്രകാശമെന്ന്. ആ പ്രകാശം ഉണ്ടാവേണ്ട ആള് നാളെ പരലോകത്തേക്ക് ഈ കോലത്തിലാണ് വരുന്നതെങ്കിൽ ഫഹദർ ലിനഫ്സിക ഫഹദർ ബിഅൻ തഅതി വമാ ലക നൂറു, നാളെ നിങ്ങൾക്ക് പ്രകാശം ഒട്ടുമുണ്ടാകില്ല. ഒരു പ്രകാശവുമില്ലാതെയാണാവോ നിങ്ങൾ വരാൻ പോകുന്നത്. ഹറംത കാസാത്തിൽ മദാമി തഅഫുഫൻ വഅലൈക കാസാത്തുൽ ഹറാമി തദൂറു. നാട്ടിൽ മദ്യം നിരോധിക്കുകയും മദ്യപാനം നിരോധിക്കുകയും ഉത്തരവിറക്കുകയും ചെയ്ത നിങ്ങളുടെ ഈ വാദ്യമേളങ്ങളിൽ മദ്യം വിളമ്പുന്നുണ്ട് എന്ന് നിങ്ങൾ അറിയുമ്പോൾ, അള്ളാഹുവിന്റെ മുമ്പിലെത്തുമ്പോൾ നിങ്ങൾ എന്ത് മറുപടി പറയും? ഈ ഒരൊറ്റ 3 വരി പാട്ട് കേട്ടിട്ട്, കവിതകൾ കേട്ടിട്ട് അല്ലാമ ഇബ്നുൽ വാസിതിയുടെ വചനങ്ങൾ കേട്ട് തലകറങ്ങി താഴെ വീണു പോയിട്ടുണ്ട്. ആ ജാഥ പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല. മഹാനായ നൂറുദ്ദീൻ മഹ്മൂദ് സങ്കി തങ്ങൾക്ക്, അദ്ദേഹമാണ് ബൈത്തുൽ മുഖദ്ദസ് എങ്ങാനും
അള്ളാഹു മോചിപ്പിക്കുകയാണെങ്കിൽ എന്റെ മിമ്പറിലാണ് ആദ്യത്തെ ജുമുഅ ഖുതുബ നടക്കേണ്ടത് എന്ന് പറഞ്ഞ് ബൈത്തുൽ മുഖദ്ദസിന്റെ മോചനത്തിന്റെ 10 കൊല്ലം മുമ്പ് ഷാമിൽ ഒരു മിമ്പർ ഉണ്ടാക്കി വെച്ച മഹാനാണ് സലാഹുദ്ദീൻ അയ്യൂബി തങ്ങളുടെ മുൻഗാമിയായ നൂറുദ്ദീൻ മഹ്മൂദ് സംഗി റഹ്മത്തുള്ളാഹി അലൈഹി. ഭരണാധികാരികൾ മുതലാളിമാർക്ക് അല്ലാഹുവിനെ പേടി വേണം, മിനിമം അത്രയെങ്കിലും നമുക്ക് ഇതിനോട് ചേർത്ത് വായിച്ചൂടെ? പാവപ്പെട്ടവര്, രോഗികളും അസുഖമുള്ളവരും അല്ലാഹുവിനെ പേടിക്കുന്നുണ്ട്. പള്ളി വിട്ടാൽ അവിടെ തന്നെ ഇരുന്ന് വീണ്ടും കുറച്ച് ഖുർആനൊക്കെ ഓതി അള്ളാഹുവിനോട് ദുആ ചെയ്തു പോരുന്ന ആളുകൾ ബഹുഭൂരിപക്ഷം എന്തെങ്കിലും ജീവിതത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ്. ഒരു കുഴപ്പമില്ലാത്തൊരു എണീറ്റ് പോരാണ്, അല്ലെങ്കിൽ പിന്നെ അവർക്ക് ദുആ ചെയ്താൽ പിന്നെ ശരിയാവില്ല, അത് ബിദ്അത്താന്നുള്ള ആ കൂട്ടത്തിലേക്ക് പോവാണ്. എനിക്കൊന്നും ചോദിക്കേണ്ട കാര്യമില്ല. അങ്ങനെയാണോ നമ്മൾ ചിന്തിക്കേണ്ടത്? فاحذر لنفسك فاحذر بأن تأتي وما لك نور. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു ഒരു ദിവസം താമസിച്ച ചരിത്രമുണ്ട്. ബിത്തു ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൈലതൻ മിനൽ ലയാലി. എൻ്റെ ഹബീബിന്റെ കൂടെ ഞാൻ ഒരു രാത്രി ഇരുന്നിട്ടുണ്ട്. നമുക്കറിയാം, ദാനധർമ്മങ്ങളിൽ ഏറ്റവും വലുത് പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ കൊടുക്കുന്ന ദാനധർമ്മമാണ്. ദാർഹുദയെക്കുറിച്ച് കേൾക്കുമ്പോഴൊക്കെ അത് നമ്മുടെ സ്ഥാപനമാണ്. സമുദായം ഒരുമിച്ച് ചെയ്യേണ്ട ഉത്തരവാദിത്തമാണ് ദാർഹുദ നമുക്ക് വേണ്ടി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ദാർഹുദയുടെ കൂടെ നിന്ന് ആ കരങ്ങൾക്ക് നിങ്ങൾ ശക്തി പകരണം. കേരളത്തിന്റെ പുറത്തുനിന്നുള്ള വിദ്യാർത്ഥികളിൽ 1456 പേർ അവിടെ പഠിക്കുന്നുണ്ട്. അവിടെ ഒരു മുത്തഅല്ലിമിന് ഒരു മാസത്തിൽ 3500 രൂപയാണ് ചെലവ്. കേരളത്തിന്റെ പുറത്തുള്ള അവസ്ഥ നമുക്കറിയാം. ഇത്രയും ഭീമമായ ചെലവുണ്ടാകുമ്പോൾ അത് വേണ്ടെന്ന് വെച്ച് ആ മക്കൾക്ക് പഠനം കൊടുക്കാതിരിക്കാൻ കഴിയുമോ? കേരളത്തിലെ മുസ്ലിമീങ്ങൾ അനുഭവിക്കുന്ന പോലെ വൈജ്ഞാനിക ഉണർവ് കേരളത്തിന് പുറത്തുമുള്ള സംസ്ഥാനങ്ങളിൽ അനിവാര്യമല്ലയോ, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ? അതുകൊണ്ട് ദാർഹുദ ചെയ്യുന്ന ഈ സേവനത്തിന് നിങ്ങളൊക്കെ കൂടെ നിന്ന് ഇൻഷാ അല്ലാഹ് ഈ സ്ക്രീനിൽ കാണുന്ന കൃത്യമായ അഡ്രസ്സിൽ, അക്കൗണ്ടിൽ ദാർഹുദയ്ക്ക് വേണ്ടി നിങ്ങളുടെ സഹായങ്ങൾ എത്തിച്ചു കൊടുക്കണമെന്ന് ദാർഹുദയിലെ പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ഇത് നമ്മുടെ സ്ഥാപനമാണ്.